പ്രത്യേകിച്ചും +1 രണ്ടാം അലോട്ട്മെന്റ് അനുസരിച്ചുള്ള പ്രവേശന നടപടികൾ തുടങ്ങുകയാണല്ലോ. എങ്ങനെയാണ് ഇതിന്റെ സമയപരിധി? ഒപ്പം തേർഡ് അലോട്ട്മെന്റ് എപ്പോഴാണ് ഗോപാൽ? സുജയ, ഇന്നലെ വൈകുന്നേരത്താണ് രണ്ടാം അലോട്ട്മെന്റ് +1-ന്റേത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ ലഭിച്ചവർക്ക്, അതായത് ഓപ്ഷൻ ലഭിച്ചവർക്ക് ഇന്ന് രാവിലെ 10 മണി മുതൽ അസൽ സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം തന്നെ അലോട്ട്മെന്റ് ലഭിച്ചതിന്റെ അലോട്ട്മെന്റ് ലെറ്റർ ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ലെറ്ററുമായിട്ട് അസൽ രേഖകളുമായിട്ട് രക്ഷിതാക്കളുടെ ഒപ്പം അതാത് സ്കൂളുകളിൽ എത്തി പ്രവേശനം നേടാവുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഒന്നാം ഓപ്ഷൻ പ്രവേശനം ലഭിച്ചവർ അല്ലെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ സ്ഥിരമായി ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടേണ്ടതായിട്ടുണ്ട്. ഒന്നാം ഓപ്ഷൻ അല്ലാതെ മറ്റേതെങ്കിലും ഓപ്ഷനാണ് കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ അവർക്ക് താൽക്കാലിക പ്രവേശനമോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനമോ നേടാം. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഓപ്ഷൻ ലഭിച്ചിട്ട് അവിടെ പ്രവേശനം നേടാതിരുന്നാൽ ആ കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെന്റിലേക്കുള്ള അവസരം നഷ്ടമാകും. അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജൂൺ 11-ാം തീയതി നാളെ വൈകുന്നേരത്ത് 5 മണി വരെയാണ് രണ്ടാം അലോട്ട്മെന്റിന്മേലുള്ള പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയം. ശേഷം ജൂൺ 16-ാം തീയതി മൂന്നാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് ജൂൺ 18-ാം തീയതിയോടുകൂടി ഒന്നാം വർഷ ക്ലാസുകൾ ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. ഓക്കെ, ഗോപാൽ ശിലാസനലാണ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്.